ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർമി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫോം ഫില്ല് ചെയ്യുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. ഏപ്രിൽ 10 തീയതിയാണ് നമുക്ക് ഫോം ഫില്ല് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് എല്ലാ കാൻഡിഡേറ്റ്സും ഫോം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ലാസ്റ്റ് ടൈം വരെ വെയിറ്റ് ചെയ്യരുത്. ആർമി GD, ട്രേഡ്സ്മാൻ, ടെക്, NA, വുമൺ പോലീസ് എന്നീ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റിൽ നിന്ന് കെമിസ്ട്രിയിൽ നിന്ന് ഏതൊക്കെ സിലബസ് കവർ ചെയ്യണം എന്നുള്ളതാണ്. കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് NAക്ക് മെയിൻ ആയിട്ട് ചോദിക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നാൽ പിന്നെ നമുക്ക് NAയുടെ ഡീറ്റെയിൽസിലോട്ട് കടന്നാലോ. ഫസ്റ്റ് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയം വരുന്നത് ഡേറ്റുകളിലാണ്. ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് NAയുടെ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുക മാർച്ച് 11-നാണ്. മാർച്ച് 11 ഡേറ്റ് ഔട്ടായതിന്റെ കൂടെ തന്നെ നമുക്ക് മാർച്ച് 12-ാം തീയതി തൊട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 10-ാം തീയതി രാത്രി 11:59 വരെയാണ്. ഈ ടൈം വരെ ആരും വെയിറ്റ് ചെയ്യരുത്. സൈറ്റ് വളരെ ജാം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി പ്രധാനമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും എക്സാം എന്നുള്ളതാണ്. നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന അറിവെന്ന് പറയുന്നത് എക്സാം ജൂണിൽ കാണുമെന്നാണ്. പക്ഷെ അത് കറക്റ്റ് അല്ല, നീണ്ടുപോകാനോ ചാൻസ് കൂടുതലാണ്. NAയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. ഇത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം സെലക്ഷൻ പ്രോസസ് ആണ്. ഫസ്റ്റ് എല്ലാപ്പോഴത്തെ പോലെ തന്നെ റിട്ടൺ എക്സാം ആണ്. റിട്ടൺ എക്സാം പാസ്സായി കഴിഞ്ഞാൽ PET ടെസ്റ്റും PMT ടെസ്റ്റും ആണ് അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഈ 5 സെലക്ഷൻ പ്രോസസ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീം ജോബ് ആയിട്ടുള്ള NAയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നഴ്സിംഗ് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാനായിട്ട് 10th പാസ്ഡ് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ സയൻസ് വിഷയങ്ങൾക്ക് 50% മാർക്ക് ലഭിച്ചിട്ടുള്ളവർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ +2 സയൻസ് സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ NAക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺ ആണ്. ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, എത്ര മാർക്കുകൾ ലഭിച്ചാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ ആവുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് GK ആണ്. ജനറൽ നോളജിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുക. ഈ 10 ക്വസ്റ്റ്യൻസിന് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് നമുക്ക് 40 മാർക്കാണ് NAക്ക് ജനറൽ നോളജിൽ നിന്ന് വേണ്ടുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ മാത്രമാണ് വരിക. ഈ 5 ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ച് 20 മാർക്കാണ് നമുക്ക് മാത്സ് സബ്ജക്റ്റിന് ലഭിക്കേണ്ടത്. തേർഡ് വൺ ആയിട്ട് നോക്കേണ്ടത് ഫിസിക്സ് ആണ്. ഫിസിക്സിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ഈ 5 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് 20 മാർക്കാണ് നമ്മൾ ഫിസിക്സിൽ നിന്നും നേടേണ്ടത്. അതുപോലെ തന്നെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ബയോളജിയും കെമിസ്ട്രിയും. ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട സബ്ജക്ട്. ബയോളജിയിൽ നിന്ന് നമുക്ക് 15 ക്വസ്റ്റ്യൻ ലഭിക്കും. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് 15 ക്വസ്റ്റ്യൻസിന് നമുക്ക് 60 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയും ഇമ്പോർട്ടന്റ് ആണ്. കെമിസ്ട്രിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരിക. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് നമുക്ക് 60 മാർക്കാണ് കെമിസ്ട്രി സബ്ജക്റ്റിൽ നിന്ന് ലഭിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബയോളജിയും കെമിസ്ട്രിയാണ്. ഇതിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുക. ടോട്ടൽ നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 200-ലായിരിക്കും മാർക്ക് അല്ലെ. ടോട്ടൽ 200 മാർക്കിലാണ്. നമ്മൾ NAക്ക് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 80 മാർക്കെങ്കിലും ലഭിക്കണം. ഈ 80 മാർക്കെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട നോക്കേണ്ടത് കെമിസ്ട്രിയിൽ നിന്ന് 15 മാർക്ക് നമുക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. ഈ 15 മാർക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ 15 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ഹൈഡ്രോ കാർബൺസ്, പോളിമേഴ്സ്, കെമിക്കൽ റിയാക്ഷൻസ്, മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് ഓർസ്, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, കോമ്പൗണ്ട് ആൻഡ് മിക്സ്ചേഴ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, പീരിയോഡിക് ടേബിൾ. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിന്നും 15 മാർക്ക് എളുപ്പമായിട്ട് നേടാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ +2 ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എക്സാം ആണ്. പക്ഷേ 10th ലെവൽ ബേസ് കാര്യങ്ങളുടെ പഠിച്ചതിന് ശേഷം മാത്രമേ +2 കാര്യങ്ങളിലോട്ട് പഠിക്കാനായിട്ട് പോകാവൂ.
10th ബേസ് ഈ ചാപ്റ്റേഴ്സിന്റെ 10th ബേസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. ഇത് കവർ ചെയ്തതിനു ശേഷം മാത്രം മതി +2ന്റെ പോർഷൻസ് കവർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് സെക്ഷൻ ആയിട്ട് ആ ക്ലാസുകൾ ലഭിക്കുന്നതാണ്. വീക്ക്ലി 6 days ആണ് നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റും PYQ സെക്ഷനും മെഡിക്കൽ അവയർനെസ്സും ഡയറ്റ് പ്ലാനും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 4000 രൂപയാണ്. ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോ സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.